കൂടുതൽ കേഡർമാരുള്ള അല്ലെങ്കിൽ കൂടുതൽ വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി വരണമെന്നുള്ള ഒരു ആഗ്രഹം CPM-നുണ്ട്. ശക്തനായൊരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിർത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സതീശനെ പിടിച്ചു കെട്ടാൻ പറ്റിയേക്കും, ഈ ഘടകങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയേക്കും. 7001-ലധികം ഭൂരിപക്ഷമാക്കി ആ ഒരു കുറവിനെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സതീശൻ്റെ ആ ഒരു കഴിവായിട്ട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നയാളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതെ. നമസ്കാരം. റിസാല അപ്ഡേറ്റിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയായ ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. ബിഗ് ഫൈറ്റിൽ നമ്മൾ പ്രധാനമായും കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമായ ധർമ്മടത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇത്തവണ നമ്മൾ പ്രതിപക്ഷ നേതാവായ VD സതീശൻ്റെ മണ്ഡലമായ പറവൂരിലേക്കാണ് പോകുന്നത്. നമസ്കാരം. പറവൂർ മണ്ഡലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പറവൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ VD സതീശൻ 4 നൂറ്റാണ്ടോളമായി പ്രതിനിധീകരിച്ചു വരുന്നൊരു മണ്ഡലം. ഈ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം ഒരുപക്ഷെ അദ്ദേഹത്തിന് കാണാപാഠമായി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിനോടൊപ്പം ഇഴുകിച്ചേർന്നിരിക്കുന്നൊരു മണ്ഡലം എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു മണ്ഡലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ? ഈ പറവൂർ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചിത്രം നമുക്ക് ആദ്യം നോക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും പറവൂരിനെ സംബന്ധിച്ച് ഈ ഏതാണ്ട് നേരത്തെ പറഞ്ഞ പോലെ 5 ടേമായിട്ട് VD സതീശൻ വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വിജയിക്കുന്നത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പിളർപ്പിന് മുമ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവായ N. ശിവൻപിള്ളയായിരുന്നു അവിടുന്ന് ജയിക്കുന്നത്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ശിവൻപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായ K. ദാമോദരമേനോൻ പറവൂരിൽ നിന്ന് ജയിക്കുന്നതാണ്. അപ്പോൾ ലീലാ ദാമോദരമേനോൻ്റെയൊക്കെ ഭർത്താവായ K. ദാമോദരൻ കോൺഗ്രസിലെ അന്നത്തെ പ്രമുഖനായൊരു നേതാവായിരുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും 67-ലും 70-ലും ജയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു. വീണ്ടും 1977-ൽ 67-ലും ജയിച്ചത് KT ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവായിരുന്നു. വീണ്ടും 77-ലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിലെ സേവിയർ അറക്കൽ, അദ്ദേഹവും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അദ്ദേഹമാണ് അവിടുന്ന് വീണ്ടും ജയിക്കുന്നത്. 80-ൽ AC ജോസ് MP ഒക്കെ ആയിരുന്ന AC ജോസ് സ്പീക്കറൊക്കെ ആയിരുന്നു, കേരള നിയമസഭാ സ്പീക്കറൊക്കെ ആയിരുന്ന AC ജോസാണ് അവിടെ ജയിക്കുന്നത്. പക്ഷേ 80-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 80-ൽ A ഗ്രൂപ്പ് ആൻ്റണി വിഭാഗം കോൺഗ്രസ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. ആൻ്റണിയും അതുപോലെ തന്നെ KM മാണിയും ഒക്കെ തന്നെ അവരുടെ ഭാഗമായി വന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 80-ൽ. അങ്ങനെ AC ജോസാണ് അന്ന് അവിടുന്ന് ജയിക്കുന്നത്. ഈ സർക്കാർ 2 വർഷം മാത്രമാണ് നീണ്ടു നിന്നത്. അതായത് KM മാണിയും അതുപോലെ തന്നെ കോൺഗ്രസ് A വിഭാഗവും ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി അവിടുന്ന് പിൻവാങ്ങുന്നൊരു സാഹചര്യത്തിൽ 82-ൽ വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് ഈ 57-ൽ ജയിച്ച N. ശിവൻപിള്ള CPI സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥിയായി വീണ്ടും അവിടുന്ന് ജയിക്കുന്ന ഒരു കാഴ്ചയാണ്. അതായത് ശിവൻപിള്ളയിലൂടെ ഇടതുപക്ഷം അവിടുത്തെ സീറ്റ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വീണ്ടും 87-ലും ശിവൻപിള്ള വീണ്ടും AC ജോസിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ച പിന്നീട് ഉണ്ടാവുന്നുണ്ട്. മകനും വരുന്നുണ്ട്. ശിവൻപിള്ളയുടെ മകനായ P. രാജുവാണ് അവിടെ 91-ൽ മത്സരിക്കുന്നത്. അന്ന് 91-ൽ P. രാജും ജയിച്ചു. അത് NDP ആയിരുന്നു, UDFൻ്റെ ഘടകകക്ഷിയായിരുന്ന നായർ സമുദായ NSS രൂപീകരിച്ച NDPയുടെ RK കർത്തയായിരുന്നു അവിടുന്ന് മത്സരിച്ചത്. ആ കർത്തയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് P. രാജു വീണ്ടും ജയിക്കുന്നത്. 96-ൽ വീണ്ടും P. രാജു അന്ന് VD സതീശൻ്റെ മത്സരം ഉണ്ടായല്ലോ. അന്ന് VD സതീശനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് P. രാജു വീണ്ടും എനിക്ക് തോന്നുന്നത് അന്ന് രസകരമായൊരു മത്സരമാണ്. ഈ VD സതീശൻ തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ, അതായത് 96-ൽ VD സതീശൻ തോൽക്കുന്നുണ്ട് P. രാജുവിനോട്. അതെ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ. ഈ അവസാന ഘട്ടത്തിലാണ് VD സതീശൻ ഈ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 14 ദിവസം അദ്ദേഹം എറണാകുളത്തെ പനങ്ങാട് സ്വദേശിയാണ്. അവിടെ നിന്നാണ് പറവൂരിലേക്ക് വരുന്നത്. അന്നത്തെ ഒരു യുവ നേതാവായിരുന്നു. വളരെ ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി അവസാന ഘട്ടത്തിൽ പറവൂർ സീറ്റ് കിട്ടുന്നു. 14 ദിവസമാണ് VD സതീശൻ പറവൂർ പ്രവർത്തിച്ചത്. ഈ 14 ദിവസം പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കൂടെ ഒന്ന് നോക്കേണ്ടി വരും. അന്നത്തെ രസകരമായൊരു കാര്യം, ഈ സതീശൻ്റെ അന്നത്തെ ഒരു രാജുവുമായിട്ടുള്ള വോട്ട് വ്യത്യാസം 1116 വോട്ടായിരുന്നു. സാക്ഷാൽ സിറ്റിംഗ് MLA ആയ രാജുവിനെ പേടിപ്പിച്ചുകൊണ്ടാണ് അന്ന് സതീശൻ രംഗപ്രവേശം ചെയ്യുന്നത്. ഈ 1116 വോട്ടുകളുടെ വ്യത്യാസം. തൊട്ടു പിന്നാലെ ഈ സതീശൻ നമ്മൾ നേരത്തെ അങ്ങ് പറഞ്ഞാൽ പനങ്ങാട് നിന്ന് പറവൂരേക്ക്
സ്വയം പറിച്ചു നടുന്ന ഈ പറവൂരിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സ്വയം വേരാഴ്ത്തുന്ന, അവിടേക്ക് സ്വന്തമായിട്ട് ഒരു സ്വന്തം മണ്ഡലമാക്കി അതിനെ മാറ്റി അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സതീശനെ കാണാം നമുക്ക്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ, ജനകീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ 1116 വോട്ടുകളുടെ കുറവ്, ആ കുറവിന് തൊട്ട് പിന്നാലത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് പി രാജുവിനെ മലർത്തിയടിക്കുമ്പോൾ സതീശന് 7000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാക്കി. അതിന് 2001 7,001 ഭൂരിപക്ഷമാക്കി ആ ഒരു കുറവിനെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സതീശൻ്റെ ആ ഒരു കഴിവായിട്ട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. 2006 വീണ്ടും സതീശൻ തന്നെയാണ് അവിടെ. അതെ, പിന്നീട് ഘട്ടം ഘട്ടമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം ഉയരുന്നുണ്ടല്ലോ. ഈ അതിനിടയ്ക്ക് ഉണ്ടായൊരു സംഭവം, സതീശനെ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടണമെന്നുള്ള വിചാരത്തിൽ CPI അവിടെ പന്നിൻ രവീന്ദ്രൻ, അവരുടെ കേരളത്തിലെ ഏറ്റവും പ്രധാന നേതാക്കന്മാരിൽ ഒരാളെ, സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിരുന്ന പന്നിൻ രവീന്ദ്രനെ അവിടെ മത്സരിപ്പിക്കുന്നുണ്ട്. 2006 അന്ന് 2011 പന്നിൻ രവീന്ദ്രനെ 11,349 വോട്ടുകൾക്കാണ് സതീശനെ തോൽപ്പിക്കുന്നത്. പക്ഷെ അന്ന് രസമുണ്ട് കേട്ടോ, ഈ പന്നിൻ രവീന്ദ്രനും അവസാന ഘട്ടത്തിലെത്തിയ ആളാണ്. 7 ദിവസമാണ് പന്നിൻ രവീന്ദ്രൻ ആ മണ്ഡലത്തിലുണ്ടായത്. സതീശനെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചൊരു മുതിർന്ന നേതാവിനെ കൊണ്ട് നിർത്തിയതായിരുന്നു. അത് അവസാന നിമിഷം. അതെ, പക്ഷേ അവിടെയൊന്നും ജയിക്കാൻ പറ്റിയില്ല. പിന്നീട് വീണ്ടും ഒരു പരീക്ഷണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത് 2016 CPIയുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന പ്രധാനപ്പെട്ട നേതാവ് PK വാസുദേവൻ നായർ, അദ്ദേഹത്തിൻ്റെ മകൾ ശാരദാ മോഹനെ പറവൂരിൽ കൊണ്ട് മത്സരിപ്പിക്കുകയാണ് വീണ്ടും ചെയ്യുന്നത്. അന്ന് 2016 20,364 വോട്ടിനാണ് സതീശൻ അവിടെ നിന്ന് ജയിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു സംഗതി, ഈ BJP വോട്ട് അന്ന് കൂട്ടുന്നുണ്ട്. NDA ആയി മാറിയിരുന്നത്. BDJS ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉൾപ്പെടുത്തി NDA വിപുലീകരിച്ചിട്ടാണ് അന്ന് അവിടെ ആ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കുന്നത്. BDJS സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ നിന്ന് മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ നിന്ന് മത്സരിക്കുന്നത്. ആ സമയത്ത് അവരുടെ BJPയുടെ വോട്ട്, NDAയുടെ വോട്ട് ഈ 3,934 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന 3,934 നിന്ന് 28,097 ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്ന് 2016 തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ഏറ്റവും ഒടുവിൽ നടന്ന 2021 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ MT നിക്സൺ ആയിരുന്നു അവിടെ CPI സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അന്ന് 21,301 വോട്ടായി സതീശൻ്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തതെന്നുള്ള സംഗതി കൂടെയുണ്ട്. പിന്നെ വേറെ രസകരമായ കാര്യം കൂടെ നമ്മൾ പറയേണ്ടത് തോന്നുന്നു. ഈ അവസാനം നടന്നിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ ഒരു റിസൾട്ട് കൂടെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ ഹൈബീഡിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്ന 68,989 വോട്ടുകൾ. അതേസമയം KG ഷൈന് കിട്ടിയിട്ടുള്ള വോട്ട്, CPM സ്ഥാനാർത്ഥിയായിരുന്ന KG ഷൈൻ ടീച്ചറിന് കിട്ടിയിട്ടുള്ള വോട്ട് 42,594 വോട്ടാണ്. ഇവിടെ BJPക്ക് കിട്ടിയ വോട്ട് 23,737. അതെ, അതിന് തൊട്ട് മുമ്പ് നടന്ന, ഞാനത് പറഞ്ഞത് പൂർത്തീകരിക്കാൻ പോയിരുന്നു, 2021 NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 12,964 മാത്രമാണ്. അതായത് BJPയുടെ വോട്ടുകൾ കുറയുകയാണ് വീണ്ടും ചെയ്തത്. അതിനുശേഷമാണ് KS രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. ഈ വോട്ടുകൾ BJP തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ അവസാനം എത്തുമ്പോഴേക്കും ഇത് വലിയ രീതിയിലൊരു വളർച്ച ഉണ്ടല്ലേ BJPയുടെ വോട്ടില്ല അവിടെ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്, വളർച്ചയല്ല, തളരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമായും രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഹൈബീഡനും അതുപോലെ തന്നെ ഇവിടെ ദേശീയ തലത്തിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എറണാകുളം മണ്ഡലം എന്ന നിലയ്ക്ക് വലിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം അവിടെ നടക്കുന്നത്. KS രാധാകൃഷ്ണൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു, അധ്യാപകനാണ്, അത്തരം കുറേ പറവൂരുമായി ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് വോട്ടുകൾ കൂടുതൽ കിട്ടി. അതിനപ്പുറത്തേക്ക് BJPയുടെ വളർച്ചയായിട്ട് നമുക്ക് ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ ഒക്കെ അപ്പുറം ഈ BJPയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു അടിസ്ഥാന വോട്ട് BJPയുടെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈഴവ സമുദായം, ഈ BDJSനെ പ്രതിനിധീകരിക്കുന്ന ഈഴവ സമുദായം. മൊത്തം BDJS ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BDJS തളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അതുകൊണ്ടാണ് ഈ പറയുന്ന 2021 തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് 12,000 ചില്ലാൻ വോട്ടായിട്ട് കുറഞ്ഞു. ഇവിടെ ഉള്ള ഒരു രസകരമായ കാര്യം, നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു BJPയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. BJPക്ക് എങ്ങനെയാണ് വോട്ട് കൂടുന്നത് എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുകയാണ്. BJPക്ക് വോട്ട് കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവേ BJPക്ക് വോട്ട് കുറയുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കുറച്ച് അല്പം വോട്ട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ BJPയുടെ വോട്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമെന്ന് സംശയമാണ്. BJPക്ക് എത്രമാത്രം വോട്ട് ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം.
നമ്മൾ ബി ജെ പിക്ക് വലിയ വോട്ടുകൾ ഉണ്ടെന്നൊരു സങ്കല്പത്തിലാണ് പലപ്പോഴും ബി ജെ പിയുടെ വോട്ടുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്ന്. ഏകദേശം ഒരു 16-17% വോട്ടാണ് ആകെ മണ്ഡലത്തിൽ അത്ര തന്നെ, അത് മാക്സിമം ആണ് അവരുടെ. അതെ, അത്ര തന്നെ വോട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ 2021 തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ബി ജെ പിക്ക് അത്രയും വോട്ടില്ല. 12,000 ചില വോട്ടേ അവിടെ ഉള്ളൂ. പക്ഷേ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ വോട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം നിർണായകം പ്രധാനപ്പെട്ട കാര്യം അവിടെ UDF-ഉം LDF-ഉം അല്ലാതെ വേറൊരു മത്സരം അവിടെ നടക്കുന്നില്ല. ബി ജെ പിക്ക് ആ മണ്ഡലത്തിൽ കാര്യമായ ഒരു റോളുമില്ല. അത് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഇരു മുന്നണികളും തമ്മിൽ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരു UDF-ൽ ഇപ്പം VD സതീശൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി, LDF-ൽ ഒരു സ്ഥാനാർത്ഥി വരും. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഉണ്ടാവുക. മിക്കപ്പോഴും ഈ രണ്ട് മുന്നണികളാണ് സ്ഥാനാർത്ഥികൾ എന്ന് നമ്മൾ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു മത്സരം പരസ്പരം നടത്തുന്നത് ഈ മുന്നണികളാണ്. ഈ മുന്നണികൾക്കിടയിലുള്ള വോട്ടിൻ്റെ ഒരു വ്യത്യാസം അതിലൊരു നിർണായക സ്വാധീനമായിട്ട് ഒരു പക്ഷേ ഈ പറയുന്ന BJP വോട്ടുകളുടെ അല്ലെങ്കിൽ ഈ NDA അനുകൂല വോട്ടുകളുടെ ഒരു ചായ്വ് ഉണ്ടായാൽ അത് വലിയൊരു സ്വാധീനമായി മാറില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ TP സെൻകുമാർ അടക്കമുള്ളവരുടെ അത് അതായത് ഒരു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ സതീശനെ തോൽപ്പിക്കണമെന്നുള്ള ഒരു താല്പര്യം LDF-നുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി രണ്ട് മൂന്ന് ഓപ്ഷൻസാണ് അവരുടെ മുന്നിലുള്ളത്. ഒന്ന് CPIക്ക് ഒരു പ്രധാനപ്പെട്ട ഒരാളെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കുക. അതിപ്പോൾ VS സുനിൽകുമാറിൻ്റെ പേര് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. തൃശ്ശൂരുകാരനായ VS സുനിൽകുമാറിനെ പറവൂരിൽ കൊണ്ട് മത്സരിപ്പിച്ച് അദ്ദേഹം ഓൾറെഡി ഒരു അതെ ഇത് കൊടുത്തിട്ട് സതീശനെ തോൽപ്പിക്കാമെന്നുള്ളൊരു ധാരണ CPIക്കകത്തുണ്ട്. അത് ചർച്ചയാണ് അവർ വരുമോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ K ഇസ്മയിലിനെ പോലുള്ള ആളുകൾ പറയുകയും ചെയ്തു സുനിൽകുമാറിനെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കണം. അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ടൈം അളവ് കൊടുത്തിട്ടാണല്ലോ തൃശ്ശൂർ. പക്ഷേ അത് എത്രമാത്രം വിജയിക്കുമെന്ന് അറിയില്ല. കാരണം പന്ന്യൻ രവീന്ദ്രനെ പോലെ വലിയൊരു നേതാവിനെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചിട്ട് പോലും അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പകരം മറ്റൊരു ഓപ്ഷനായിട്ടുള്ളത് ഈ മണ്ഡലം CPM ഏറ്റെടുക്കുകയും CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ രംഗത്തിറക്കിയാൽ VD സതീശനെ ഒതുക്കാൻ കഴിയുമെന്നുള്ളൊരു താല്പര്യം അതിനകത്ത് ഡിസ്കഷനുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഒരു നീക്കമാണ് ഈ BJPക്കും അതുപോലെ തന്നെ NSS, SNDP തുടങ്ങിയ സംഘടനകളുടെ നേതാക്കന്മാർക്കും സതീശനെ തോൽപ്പിക്കണമെന്ന് താല്പര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ വളരെ പരസ്യമായി തന്നെ VD സതീശനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പലതവണ ഈ ഒരു കാര്യമാണ്. ഇതിൽ ഊന്നിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദം നടത്തുന്നുണ്ട് എന്നുള്ളത് രഹസ്യമായ ഒരു പരസ്യമായ രഹസ്യമാണെന്ന് പറയേണ്ടി വരും. അതായത് CPI-യിൽ നിന്ന് മണ്ഡലം ഏറ്റെടുക്കാനായിട്ട് CPM-ന് താല്പര്യമുണ്ട്. ഈ CPI-യുടെ ലെഗസി എന്നൊക്കെ പറയുമ്പോഴും CPI ഇപ്പോൾ പേരിന് മാത്രമായി മാറിയൊരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട്. CPM അല്പം കമ്പാരിറ്റീവ്ലി CPM-ആണ് കുറച്ച് കാര്യമാണ് എല്ലായിടത്തും കരുത്തരായിരുന്നു. അതെ, അവിടെയുള്ള ആളുകൾ പോലും പറയുന്നത് CPM-ആണ് ഇവിടുത്തെ ഈ പറയുന്ന കമ്പാരിറ്റീവ്ലി CPI-യുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ശക്തമായ പാർട്ടിയെന്ന് അവിടെയുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കേഡർമാരുള്ള അല്ലെങ്കിൽ കൂടുതൽ വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി വരണമെന്നുള്ള ഒരു ആഗ്രഹം CPM-നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ CPM മുന്നിൽ കാണുന്ന ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ അദ്ദേഹം ഇടയ്ക്കിടെ ഈ NSS-ൻ്റെ കാര്യങ്ങളോ നമ്മൾ SNDP ഒക്കെ പറയുന്ന സമയത്ത് പറയാതെ തന്നെ VD സതീശൻ പലപ്പോഴും വർഗീയതയ്ക്കെതിരാണ് താൻ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരാണ് താൻ എന്നുള്ള ഒരു പരസ്യ പ്രതികരണം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഘടനകളുമായി പ്രത്യക്ഷത്തിൽ വലിയ എതിർപ്പൊന്നുമില്ലെങ്കിലും ഇത്തരം നിലപാടുകളോട് ഒരു സമദൂരം. സതീശനോടുള്ള അസംതൃപ്തി വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല NSS-ന്റെ സുകുമാരൻ നായരും പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഈ സമുദായ സംഘടനകളുമായിട്ടുള്ള ഈ അതൃപ്തി മുതലെടുത്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇപ്പോൾ നിലവിൽ സർക്കാരുമായിട്ട് SNDP-ക്കൊക്കെയുള്ള ബന്ധം നമുക്ക് നന്നായി അറിയുന്നതാണ്. പരസ്യമായിട്ട് സർക്കാർ അനുകൂല നിലപാടെടുക്കുന്ന സമുദായ സംഘടനയാണ് ഈ SNDP. NSS ആണെങ്കിൽ ഒരു സമദൂരം എന്ന് പറയുമെങ്കിലും അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ്. പരസ്യമായിട്ട് VD സതീശനെതിരെ നിലപാട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ അതൃപ്തി മുതലെടുക്കാനായിട്ട് സ്വാഭാവികമായിട്ട് അവർ ശ്രമിക്കും. പക്ഷേ ഇതിലൊരു സംഗതി നമ്മൾ കാണേണ്ടത് 2016 തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ VD സതീശനെ തോൽപ്പിക്കണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ ആഹ്വാനം ചെയ്ത് BDJS-ൻ്റെ സമയത്ത് 2016 ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ ആഹ്വാനം ചെവിക്കൊള്ളാതെ VD സതീശനെ ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കുള്ള സ്വാധീനമേ ആ മണ്ഡലത്തിൽ ഈ സമുദായ നേതാക്കന്മാർക്ക് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ആ തന്ത്രങ്ങൾ വിജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ശക്തനായൊരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിർത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സതീശനെ പിടിച്ചു കെട്ടാൻ പറ്റിയേക്കും, ഈ ഘടകങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയേക്കും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ട് നിർത്താൻ കഴിയണം. അത് കഴിയുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. അതാണ് ഇതിനകത്ത് വലിയ പ്രശ്നം. കാരണം CPI നാമമാത്രമുള്ള CPI തന്നെ വിഭാഗീയത നിലനിൽക്കുന്നു. CPM CPL സീറ്റ് ആവശ്യപ്പെടുന്നു. നമ്മൾ ഈ CPI വിഭാഗീയതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, നമ്മൾ അവിടെ നിന്ന് ജയിച്ച P. രാജു 2 തവണ ജയിച്ച P. രാജുവിൻ്റെ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഉൾപ്പെടെ CPI നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതായത് ഈ P. രാജുവിനെ കാണാനായിട്ട് ഇങ്ങോട്ടാരും മരിച്ച ശേഷം അദ്ദേഹത്തിന് എതിരെ ഒന്നൊരു അന്വേഷണം, ഒരു സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുകയും ആ റിപ്പോർട്ടിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതൊരു ഗൂഢാലോചനയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും പാർട്ടിയിലെ ഒരു വിഭാഗമാരും, ഇപ്പോൾ KS Maliനെ പോലുള്ള ആളുകൾ അത് ആരോപിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ അച്ഛനെ അപമാനിച്ച, ഞങ്ങളുടെ കുടുംബനാഥനെ അപമാനിച്ച ആളുകളെ ഇങ്ങോട്ട് വരണമെന്നില്ല എന്നുള്ള നിലയ്ക്ക് P. രാജുവിൻ്റെ കുടുംബം തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ആ ഒരു പ്രശ്നം CPI പറവൂർ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതെ അതെ, ആ ഇത്തരം ഘടകങ്ങളെല്ലാം നിർണ്ണയിക്കുന്ന ഒരു വലിയ വിഭാഗീയത CPI ഒറ്റക്കെട്ടല്ല എന്നുള്ളത് സത്യമാണ് പറവൂര്. ആ ഒരു സാഹചര്യത്തിൽ പക്ഷേ CPI എന്ന് പറയുന്നത് അവിടുത്തെ ചെറിയ പാർട്ടിയാണ്. അതെ അതെ അതെ, എങ്കിലും അവർക്ക് സീറ്റ് അവിടെ കൊടുക്കുമെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങേണ്ട സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി അവർക്ക് രംഗത്തിറങ്ങാൻ പറ്റിയേക്കും. അതെ അതെ. അപ്പം ആ ഒരു ഘട്ടത്തിൽ CPM-ന് ഈ സീറ്റ് വിട്ടുകൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണോ CPI പറഞ്ഞത്? ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു CPI അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ എത്രമാത്രം ഇനി നടക്കുമെന്ന് അറിയില്ല. കാരണം ഇനിയിപ്പം സീറ്റ് വിഭജന ചർച്ചകളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ, സീറ്റ് വെച്ച് മാറൽ പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഒരുപക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ CPM-ന് ശക്തനായൊരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സമവാക്യങ്ങളൊക്കെ എത്രമാത്രം വരുമെന്നറിയില്ല, ഫലം കാണുമെന്നറിയില്ല. അത്തരം ശ്രമങ്ങൾ അവർക്ക് നടത്തി നോക്കാവുന്നതാണ്. അങ്ങനെയാവണമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ CPI ഇടതുമുന്നണി സ്ഥാനാർത്ഥിനെ ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്നിച്ച് വന്നാലാണിക്കും അങ്ങനെ പക്ഷേ സതീശനെതിരെ ഒരു ബദൽ. അതെ, അങ്ങനെയാണെങ്കിൽ ഈ സതീശൻ്റെ 1/4 നൂറ്റാണ്ട് കാലത്തെ പറവൂരിലെ വിജയം മാത്രമല്ല, സതീശൻ്റെ മുഖ്യമന്ത്രിയിൽ പദത്തിലേക്ക് എത്താമെന്നുള്ള മോഹവും അത് പറയുമ്പോഴാണ് സതീശൻ നിലവിൽ പ്രചാരണ പരിപാടികൾ മണ്ഡലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രചാരണ പരിപാടികൾ സതീശന് അനുകൂലമായൊരു ഘടകം എന്ന് പറഞ്ഞാൽ സതീശൻ അവിടെ ജയിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറും, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ്. LDF-നെ സംബന്ധിച്ചുള്ള കാര്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നയാളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതെ, ആ പുലിയെ പുലിമടയിൽ നേരിടുക എന്നുള്ള തന്ത്രമാണ് അവർക്ക് സ്വീകരിക്കാനുള്ളത്. അതെ, സതീശൻ്റെ ജനകീയത പക്ഷേ മണ്ഡലത്തിൽ നമ്മൾ അതുകൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. സതീശൻ്റെ ജനകീയത മണ്ഡലത്തിൽ ഈ പറയുന്ന നമ്മൾ നേരെ സമുദായ സംഘടനകളെക്കുറിച്ച് പറഞ്ഞല്ലോ, സമുദായ സംഘടനകളെല്ലാം സതീശനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും സ്ത്രീ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ സതീശൻ ഈ വർഗീയ വിരുദ്ധ നിലപാട്, ഇതിനൊക്കെ വേറൊരു ബദൽ ഒരു ഫാൻസ് ഉണ്ടാക്കാൻ മണ്ഡലത്തിൽ സതീശന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൂടെ ചർച്ചകൾ പോവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു വശത്ത് ഇവരെല്ലാം എതിർക്കുമ്പോൾ തന്നെയും സതീശൻ ഒരു വ്യക്തി എന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ഒരു പ്രതിപക്ഷ നേതാവിന് ഒരു എന്ന നിലയിൽ സതീശന് സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ മണ്ഡലത്തിലായിട്ടുണ്ട്. അതൊരു അനുകൂല ഘടകമാണ്. നേതാവായി മാറാൻ സതീശന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എതിർപ്പുകളില്ല എന്നല്ല. സതീശനെതിരെയുള്ള ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ സതീശനെതിരെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര മുന്നോട്ട് പോയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. ആ അന്വേഷണങ്ങളൊന്നും കാര്യമായി മുന്നോട്ട് പോകില്ല. മറ്റു തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പലതരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സതീശനെ അവിടെ നിന്ന് പരാജയപ്പെടുത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഒരുപക്ഷെ അങ്ങനെ അട്ടിമറിക്കപ്പെട്ട ധാരാളം സംഭവങ്ങളുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദൻ പോലും ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് പരാജയപ്പെടുത്തിയത് പാർട്ടിക്കാർ തന്നെയാണ്, CPM-ൻ്റെ ആളുകൾ തന്നെയാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ നേതാക്കന്മാർ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ അവരവരുടെ പ്രദേശത്ത് നിന്ന് തോൽപ്പിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനനുസരിച്ചിട്ടുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കുകയും അത്രയും കരുത്തരായ നേതാക്കന്മാരെ രംഗത്തിറക്കുകയും ഈ പറയുന്ന അനുകൂല ഘടകങ്ങൾ VD സതീശനെതിരായിട്ടുള്ള ഘടകങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാനും ശ്രമിക്കും. പ്രതികൂല ഘടകങ്ങളെ അനുകൂല ഘടകങ്ങളാക്കി മാറ്റാൻ ഇടതുമുന്നണിക്ക് സാധിച്ചാൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. എങ്കിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ VD സതീശൻ വീണ്ടും ഉടൻ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പറവൂർ മണ്ഡലത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞ് കടറി പോവുകയാണ്. നമുക്ക് സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വരും ദിവസങ്ങളിൽ മറ്റൊരു മണ്ഡലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.